ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരി കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പച്ചരി കുതിർന്ന് കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു സമയതാമസം മാത്രമേ വരുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. പച്ചരി കൊണ്ടുള്ള ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം അളവിലുള്ള പച്ചരിയാണ് ഞാൻ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് 4 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചിരുന്നത്. പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയാലേ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും നന്നായിരിക്കുള്ളൂ. ഇനി ഈ അരി ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് മുഴുവൻ പച്ചരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഈ ഒരു പച്ചരിയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ചവ്വരിയാണ്. 250 ഗ്രാം പച്ചരിക്ക് വേണ്ടിയിട്ട് 50 ഗ്രാം അളവിലാണ് ഈ ഒരു ചവ്വരി എടുത്തിട്ടുള്ളത്. ഈ ചവ്വരി കുതിർത്ത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. കഴുകിയതിന് ശേഷം നേരെ നമുക്ക് ഈ ഒരു പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു പച്ചരിയുടെയും ചവ്വരിയുടെയും ഒപ്പം നിൽക്കുന്ന അത്രയും മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് അരച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നിട്ടാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ സോഡാപ്പൊടിയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ അരച്ചെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സോഡാപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മിക്സ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് അരച്ചെടുത്താലും ചവ്വരി ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ടാവും. അത് കുഴപ്പമില്ല. ഇനി ഞാനിതിൻ്റെ പരുവം കാണിച്ചു തരാം. ഇതുപോലെ കയ്യിലുകൊണ്ട് കോരിയെടുക്കുമ്പോൾ നന്നായിട്ട് മാവ് ഒലിച്ചിറങ്ങുന്ന ആ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നിട്ടാണ് ഇത് ചുടാനെടുക്കുന്നതെങ്കിൽ മാവ് ഒന്നുകൂടി ടൈറ്റ് ആവും. ആ ഒരു സമയത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കാം. ഇനി ഞാനിത് ചുട്ടെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ ആദ്യമേ എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ മാവിനൊരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശക്കല്ലിലോ ചപ്പാത്തി കല്ലിലോ ആണ് ചുട്ടെടുക്കുന്നതെങ്കിൽ അതിലേക്ക് ആദ്യം തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ട് ഇളകി വരത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാനിലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ എണ്ണ ഇല്ലാതെ നമുക്ക് ചുട്ടെടുത്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് തന്നെ ചുട്ടെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇനി ഞാനിത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചവ്വരിയും പച്ചരിയും ചേർത്ത് ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇതിന് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രയും നല്ല ടേസ്റ്റാണിത്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവിലും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.